സ്വാഗതം സുഹൃത്തുക്കളെ. ഇന്ന് നിലവിലുള്ള സാമ്പത്തിക സാഹചര്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന ഉള്ള ഒരു റീഡിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് നിലവിലുള്ള സാഹചര്യത്തെ എങ്ങനെ മറികടക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം ഈ കാർഡ് റീഡിങ്ങിലൂടെ. ഏതൊക്കെ കാർഡുകളാണ് നമുക്ക് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ദി ഫൂൾ, ദി എംപറർ, ടു ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് പെന്റക്കിൾസ്, കിങ് ഓഫ് പെന്റക്കിൾസ്, സ്റ്റാർ, ഫോർ ഓഫ് സോർഡ്സ്, സിക്സ് ഓഫ് സോർഡ്സ്, ദി സൺ, നൈറ്റ് ഓഫ് സോർഡ്സ്. ഇതൊക്കെയാണ് വന്നിരിക്കുന്ന കാർഡുകൾ. നമുക്ക് ഇനി വിശദമായി ഒന്ന് നോക്കാം. നിങ്ങളിൽ ചിലർ പുതിയതായി എന്തോ തുടക്കത്തിലേക്ക് പോകുന്ന ഒരു കാർഡാണ് ആദ്യം വന്നിരിക്കുന്നത്, ദി ഫൂള്. എന്നാൽ തുടക്കത്തിലേക്ക് പോകുമ്പോൾ പല തരത്തിലുള്ള ചതികളും പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നിങ്ങൾ അതിൽ നിന്നെല്ലാം വിജയിച്ച് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. പുതിയ തുടക്കത്തിൽ നിങ്ങൾക്ക് എംപറർ എന്ന പദവിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. എല്ലാവരെയും സംരക്ഷിക്കാനുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ പോലും നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. ചോയ്സിൽ നല്ല വഴി തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോകണം. ഏസ് ഓഫ് പെന്റക്കിൾസ് സൂചിപ്പിക്കുന്നത് പുതിയതായി എന്തോ ധനമാർഗം നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയതായി എന്തോ തുടക്കത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ദി ഫൂളും ഏസ് ഓഫ് പെന്റക്കിൾസും പുതിയ തുടക്കത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ നിങ്ങളുടെ കിങ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ധാരാളമായി പണം സമ്പാദിക്കാനുള്ള ഒരു അവസ്ഥ കൂടി കാണുന്നുണ്ട്. അതാണ് ദി കിങ് ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നത്. സ്റ്റാർ കാണിക്കുന്നത് നിങ്ങൾ ക്ഷമയോടും വിശ്വാസത്തോടും കൂടി നിങ്ങൾ മുമ്പോട്ട് പോവുക എന്നാണ് കാണിക്കുന്നത്. ഫോർ ഓഫ് സോർഡ്സ് വന്നിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ച് തീരുമാനിച്ചിട്ട് മുമ്പോട്ട് പോകണം എന്നാണ്. അതുപോലെ തന്നെ അടുത്ത കാർഡ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോർഡ്സ് ആണ്. അത് നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മൾ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാര്യങ്ങളെ സമീപിക്കുക എന്നാണ്. നല്ല പ്രതീക്ഷയോടെ നമ്മൾ ഒരുപക്ഷെ വിദേശത്ത് പോകാനുള്ള അവസരങ്ങളാകാം, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിലേക്കുള്ള ഉയർച്ചയാകാം. അങ്ങനെ എന്തിലേക്കാണെങ്കിലും നമ്മൾ നല്ല പ്രതീക്ഷയോടെ നിൽക്കുകയാണെങ്കിൽ സൺ കാർഡിലേക്കാണ് എത്തുന്നത്. സണ്ണ് പറയുന്നത് സക്സസ് ആണ്. നമ്മൾ നല്ല രീതിയിൽ വിജയിക്കാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ഇനി ധനപരമായി നിങ്ങൾക്ക് നല്ല സമയമാണ് എന്നാണ് ഈ കാർഡുകളെല്ലാം തന്നെ നമുക്ക് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്കൊരു യൂണിക്കോൺ കാർഡ് കൂടി എടുത്തു വെക്കാം. മാലാഖമാര് നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. പെർസ്പെക്റ്റീവ് ആണ് വന്നിരിക്കുന്നത്. പെർസ്പെക്റ്റീവ് എന്നാൽ വീക്ഷണം എന്നാണ് അർത്ഥം. നമ്മൾ ദൈവികമായ കണ്ണിലൂടെ കാര്യങ്ങളെ കാണണം എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ദൈവികമായ വീക്ഷണം നിങ്ങളെ നേരായ മാർഗത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങളെ സഹായിക്കാനായി ഒരു ദൈവികമായ ശക്തി ഉണ്ട് എന്നാണ് ഈ ഏഞ്ചൽ മെസ്സേജ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും ധനപരമായ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കും. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.